ബി ജെ പിയിലാണല്ലോ ജനപക്ഷവും പി സി ജോർജും ഷോൺ ജോർജും. 2019 ജനപക്ഷമില്ല, ഇനി ബി ജെ പി ആണ്. അപ്പോൾ ജനപക്ഷം എൻ ഡി എയിൽ നിറങ്ങി വരുന്ന കാലമുണ്ടല്ലോ 2010. ജനപക്ഷം ഇപ്പോഴും ഉണ്ട്, ലയന സമ്മേളനം നടന്നിട്ടില്ല. അപ്പൊ പി സി ജോർജ് നിങ്ങൾ അങ്ങനത്തെ എടുത്തല്ലോ. പി സി ജോർജ് പറഞ്ഞൊരു വാചകമുണ്ട്, എൻ ഡി എയിൽ നിന്ന് ഇറങ്ങിപ്പോരാനുള്ള കാരണം നരേന്ദ്രമോദി റിസർവ് ബാങ്ക് കൊള്ളയടിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. കൊള്ളക്കാരൻ എത്ര പെട്ടെന്നാണ് അടുപ്പക്കാരനായി മാറിയത്? എന്താണ് കാരണം ഷോൺ ജോർജ്? എനിക്ക് സമയം തരണം. ഞാനും ചേട്ടനും ഈ നാട്ടുകാരെല്ലാം പ്രഥമ ദൃഷ്ടിയ വെറുത്തൊരു സംഭവമാണ് നോട്ട് നിരോധനം. ഞാനും, കാരണം നമ്മൾ പോയി ബാങ്കിൽ നിന്ന് ക്യൂ നിന്ന് മടുത്തു സമൂഹം, അല്ലേ? ഒരു സംശയമില്ല. ഞാൻ കൃത്യമായി പറയാം, നോട്ട് നിരോധനത്തെ ഇപ്പോഴും ഒരു ബ്ലണ്ടറായി കാണുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. പക്ഷെ ഒരു കാര്യം വെച്ചിട്ടെ, കഴിഞ്ഞ ഒരു 5 വർഷക്കാലത്തിനിടയിൽ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു കാര്യം, അവിടെ 98% നോട്ടുകൾ തിരിച്ച് അക്കൗണ്ടിലൂടെ ചെന്നു. അതുകൊണ്ട് നോട്ട് നിരോധനം പരാജയമായെന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടത്, നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ആ 98% അക്കൗണ്ടിലേക്ക് ചെന്നത് പിന്നെ അവിടുന്ന് തിരിച്ചിറങ്ങിയത് അക്കൗണ്ടിൽ നിന്നാണ്. 100% യു കെയുടെ എക്കണോമി പോലെ, അമേരിക്കൻ എക്കണോമി പോലെ നമ്മുടെ എക്കണോമി ഇന്ന് 90%-ലധികം അക്കൗണ്ടഡ് ആണ്. ഇവിടെ 30% പോലും അക്കൗണ്ടഡ് അല്ലാത്ത ഒരു എക്കണോമിയെ നോട്ട് നിരോധനം വരെ 90% അക്കൗണ്ടഡ് ആക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാണ് എൻ്റെ അഭിപ്രായം. സ്വാഭാവികമായിട്ടും ആരും ചിന്തിച്ച പോലെ പി സി ജോർജും ആ നോട്ട് നിരോധനത്തിനെ ഒരു ഫൂളിഷ്നെസ് ആയി കണ്ടിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാനും അങ്ങനെ കണ്ടിരുന്നു. ഏത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് 90% അക്കൗണ്ടഡ് ആണ് എന്ന് ഷോൺ പറയുന്നത്? ഏത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഏത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്? 90%-അല്ല, 98%. നമ്മുടെ കയ്യിലുള്ള മുഴുവൻ പൈസ ബാങ്കിൽ നിന്ന് ഇറക്കിയത് ഷോൺ ഡിപ്പെൻഡ് ചെയ്യുന്ന ഡോക്യുമെന്റ് ഏതാണ്? പത്രങ്ങളാണ്. 98% പൈസ അങ്ങോട്ട് ചെന്നോ? അത് പത്രങ്ങളിലൂടെയും ശരി. നോക്കൂ, അപ്പൊ അങ്ങനെ ചെന്നപ്പോൾ ആകെ 9,000 കോടി രൂപയുടെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഷോൺ, 9,000 കോടി രൂപയുടെ വ്യത്യാസം ശരിയായ കണക്കായിരിക്കില്ല. ചിലപ്പോൾ അങ്ങോട്ടും 2,000 കൂടുകയോ കുറയോ ചെയ്യുമായിരിക്കും. നോക്കൂ, അത് ശരി. ആ കാലഘട്ടത്തില് ഈ പറയുന്ന 90% തിരിച്ചെത്തിയിട്ടുണ്ട് ട്രഷറിയിലേക്ക് എന്നുള്ള കാര്യത്തിൽ, റിസർവ് ബാങ്കിലേക്ക് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇപ്പോ 95% പൂർത്തിയാക്കട്ടെ എന്റെ ചോദ്യം ഒന്നുകൂടി. അതായത് ഇപ്പോ 95% അക്കൗണ്ടഡ് മണിയാണ് എന്ന് സംബന്ധിച്ച് ഒരു വാദം ഉന്നയിക്കാൻ ഏത് ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്താണ്, ഏത് ഡോക്യുമെന്റിനാണ് ഷോൺ ഡിപ്പെൻഡ് ചെയ്യുന്നത്? എന്റെ ചോദ്യം കഴിഞ്ഞു. ഞാനൊരു ഒറ്റ എക്സാമ്പിൾ. എൻ്റെ ഒരു സുഹൃത്ത് 1 കോടി രൂപ ലോൺ എടുത്ത് അദ്ദേഹം ഒരു വസ്തു വാങ്ങിച്ചു. പഴയ കാലത്തായിരുന്നെങ്കിൽ ആ 1 കോടി രൂപയ്ക്ക് അപ്പോൾ ഈ സുഹൃത്തിന് 3-4 വസ്തു വിൽക്കാനുണ്ടായിരുന്നു, ചെറിയ വസ്തുക്കൾ വിൽക്കാനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു മറ്റൊരു വസ്തു മേടിച്ചു. 1 കോടി രൂപ ലോൺ എടുത്തു. ആ ലോൺ എടുത്ത വസ്തു ഈ സ്ഥലം വിറ്റിട്ട് സ്വാഭാവികമായിട്ട് ഈ മറ്റു സ്ഥലം വിൽക്കുമ്പോൾ ആ 1 കോടി രൂപ തിരിച്ചടയ്ക്കാമല്ലോ. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല ഇന്നുവരെ നടന്നുകൊണ്ടിരുന്നത്. 2017 മുമ്പ് വരെ നടന്നുകൊണ്ടിരുന്നത് അങ്ങനെയാണ്. പക്ഷേ എന്നെ വിളിച്ച് പല പ്രാവശ്യം ചോദിച്ചു, എൻ്റെ കയ്യിൽ മറ്റേ വസ്തു വിറ്റ് പണം വന്നു, പക്ഷേ ഈ ലോൺ എനിക്ക് അടയ്ക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, അതെന്താ സംഭവം? ഈ വസ്തുവിൽ നിന്ന് എനിക്ക് ഡോക്യുമെന്റഡ് ആയിട്ടും അല്ലാതെയും പണം വന്നത്, എനിക്ക് ക്യാഷ് ആയിട്ടും അല്ലാതെയും പണം വന്നു. അപ്പോൾ സ്വാഭാവികമായും എനിക്ക് ഈ പണം അൺഅക്കൗണ്ടഡ് ആയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പണം അതെടുത്ത് ബാങ്കിൽ അടയ്ക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് കഴിയാത്തത്? അതിന് ടാക്സ് അടച്ചേ പറ്റൂ. അങ്ങനെ ആ 1 കോടി രൂപ 30 ലക്ഷം രൂപ കയ്യിൽ നിന്ന് ടാക്സ് അടച്ച് ലോൺ എടുത്ത പൈസ തിരിച്ചടയ്ക്കാൻ 30 ലക്ഷം രൂപ ടാക്സ് അടച്ചാണ് എന്റെ പക്ഷേ അതിന് നോട്ട് 2017 മുമ്പാണെങ്കിൽ മാത്രമല്ല നമ്മൾ അങ്ങനെയുള്ള അതുകൊണ്ട് തന്നെ കമ്പനികൾ എങ്ങനെയാണ് പണം പോകുന്നത് എന്നും ഷെൽ കമ്പനികൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളുള്ള കാലഘട്ടത്തിലാണ് ചേരാനുള്ള കാരണം ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. അല്ല, അത് ചേട്ടൻ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞല്ലേ. ഒരു കാര്യം പറയട്ടെ, ഞാൻ പറഞ്ഞത് പഴയ കാലമായിരുന്നെങ്കിൽ എൻ്റെ സുഹൃത്തായ ചെറുപ്പക്കാരൻ അവൻ്റെ വസ്തു വിൽക്കുമ്പോൾ 30 ലക്ഷം രൂപയ്ക്ക് വസ്തു വിറ്റിട്ട് ബാക്കി 70 ലക്ഷം രൂപ ക്യാഷ് ബ്ലാക്ക് മണിയായി കൈപ്പറ്റുമായിരുന്നു. ഈ പണം ഈ ബാങ്കിലേക്ക്, ലോൺ എടുത്ത പണം തിരിച്ചടയ്ക്കാൻ
വൈറ്റ് മണിയിലൂടെ മാത്രമേ കഴിയൂ എന്നുള്ള ആ തരത്തിലേക്ക് അക്കൗണ്ടബിലിറ്റി നമ്മുടെ നാട്ടിൽ ഇപ്പോഴെന്താണ് ആ പണം കൈവശം കുഴപ്പം? ടാക്സ് അടച്ച് അവന്റെ വസ്തു എഴുതി. ഇപ്പോഴും ആ പണം കൈവശം വയ്ക്കാമല്ലോ, ബ്ലാക്ക് മണിയായി. പോരെ ഈ കൈ വെച്ചോണ്ടിരിക്കാം സാർ, അത് ബ്ലാക്ക് മണിയാണ്. നോട്ട് നിരോധനം അതിന് മാത്രമായിരുന്നില്ല. കൈ വെച്ചോണ്ടിരിക്കാം, അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. കള്ളപ്പണം എന്നുള്ളതും അതാണ് നിങ്ങൾ മനസ്സിലാക്കാത്തത്. അരുൺചേട്ടൻ മനസ്സിലാക്കാത്ത, ഞാൻ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്. അരുൺചേട്ടൻ, നിങ്ങൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം, കള്ളപ്പണം പിടിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല നോട്ട് നിരോധനം. ഈ നാട്ടിലെ അക്കൗണ്ടുകളിൽ വലിയ അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞില്ലേ, 1 കോടി രൂപ തിരിച്ചടയ്ക്കാൻ 30 ലക്ഷം രൂപ ഒരു മനുഷ്യന് അതാണ് ഷോണിന്റെ വിശ്വാസം, പി സി ജോർജിന്റെ വിശ്വാസം അതാണ്.